പാടിയവർ നിങ്ങൾ, ആയിരം ആയിരം അൾത്താരകളിൽ പാടി മറഞ്ഞവർ നിങ്ങൾ, ദേവസ്തുതി പാടിയവർ നിങ്ങൾ, ഭൂമിയിലെങ്ങും സ്വർഗം തീർക്കും ദേവഗായകരേ നിങ്ങൾ. ദാവീദിന്റെ കിന്നരങ്ങൾ, ദാവീദിന്റെ കിന്നരങ്ങൾ. ദാവീദിന്റെ കിന്നരങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ ഗുഡ്നസ് ടിവി പ്രേക്ഷകർക്കും സ്നേഹ സ്വാഗതം. കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മുടെ ഈ ഒരു യാത്രയുടെ, ഈ ജൈത്രയാത്രയുടെ ഏകദേശം അവസാന ഭാഗത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. അതെ, പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഫൈനൽ റൗണ്ട് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്രയോ ദേവാലയ ഗായകരെയാണ് ഈ ദാവീദിന്റെ കിന്നരങ്ങളിലൂടെ നമ്മൾ കണ്ടതും പരിചയപ്പെട്ടതും. അവരുടെ എത്രയോ നല്ല ഗാനങ്ങൾ നമ്മൾ ആസ്വദിച്ചു. ഈ ദേവാലയ ഗായകരിൽ നിന്നും ഫൈനൽ റൗണ്ടിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ നടത്തിയ ഒരു വ്യത്യാസം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫൈനലിനെ 2 ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. അതായത് 2 കാറ്റഗറി ആയിട്ട് നമ്മൾ തിരിച്ചിരിക്കുകയാണ്. ഒന്ന്, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിന്റെ ക്വയറിന് തന്നെ ഒരു ഫൈനൽ റൗണ്ട് വെച്ചിരിക്കുന്നു. മറ്റ് ദേവാലയ ഗായകർക്ക് വേണ്ടിയിട്ട് മറ്റൊരു ഫൈനൽ റൗണ്ട് നമ്മൾ വെച്ചിരിക്കുന്നു. ഇന്ന് മാന്യപ്രേക്ഷകർ കാണാൻ പോകുന്നത് സിസ്റ്റേഴ്സിന്റെ ഫൈനൽ റൗണ്ട് ആണ്. ഈ ഫൈനൽ റൗണ്ടിൽ വരുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് 4 ടീമുകളാണ്. ഇവരെല്ലാവരും അവർക്ക് ഇഷ്ടപ്പെട്ട, അത് ഏത് കാറ്റഗറിയിലുള്ള ദേവാലയ ഗാനവും ആയിക്കോട്ടെ, അങ്ങനെ ഇഷ്ടപ്പെട്ട 2 ഗാനങ്ങൾ അവർ ഈ ഒരു ഫൈനൽ റൗണ്ടിൽ ഇവിടെ പെർഫോം ചെയ്യണം. അതിൽ നിന്നും നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ ഫസ്റ്റ് ഓരോരോ പ്രൈസ് ആൾക്കാരെ നമ്മൾ ഇന്ന് തന്നെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ഇതിൽ ഫസ്റ്റ് പ്രൈസിന് കിട്ടുന്നത് 1 ലക്ഷം റുപ്പീസ് ആണ്. സെക്കൻഡ് പ്രൈസിന് 75,000, തേർഡ് പ്രൈസിന് 50,000, ഫോർത്ത് പ്രൈസിന് കൺസലേഷൻ പ്രൈസും ഉണ്ടാവും. ഇവർക്ക് എല്ലാവർക്കും നമ്മൾ മെമന്റോയും നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന വിജയ് ആരായിരിക്കും? ഇന്നത്തെ ആ ഒരു എപ്പിസോഡ് നമുക്ക് ഇവിടെ തന്നെ ആരംഭിക്കാം. ആദ്യം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്തു തന്നെ. കുറെ എപ്പിസോഡുകളായി നമ്മുടെ കൂടെയുള്ള മിഥില, സ്വാഗതം ഇന്നത്തെ ഫൈനൽ റൗണ്ടിലേക്ക്. ഫാദർ പോൾ പൂവത്തിങ്കൽ അച്ഛാ, സ്വാഗതം. ഫാദർ ആന്റണി ഉരുളിയാനിക്കൽ അച്ഛൻ അച്ഛാ, ഇന്നത്തെ ഫൈനൽ റൗണ്ടിലേക്ക് സ്വാഗതം. ശ്രീ ജെറി അമൽദേവ് മാഷെ, ഇന്നത്തെ ഫൈനൽസിലേക്ക് സ്വാഗതം. വെൽക്കം ഗുഡ്നസ് ബാൻഡ്. അങ്ങനെ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ സിസ്റ്റേഴ്സിന്റെ ആ ഒരു ഫൈനൽ റൗണ്ട് നമുക്ക് ഇവിടെ ഇപ്പൊ ആരംഭിക്കാം. നേരത്തെ പറഞ്ഞ പോലെ 4 ടീമുണ്ട്. അതിൽ ആദ്യം എത്താൻ പോകുന്നത് കൊല്ലം കൊട്ടിയത്തു നിന്നും എത്തിയിരിക്കുന്ന നമുക്കെല്ലാം വളരെയധികം സുപരിചിതരായ നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ആണ്. സിസ്റ്റേഴ്സ് ഓഫ് ദി ഹോളി ക്രോസ് കൊട്ടിയം. ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വരൂ. ദിവ്യ സിസ്റ്ററെ, സുഖാണല്ലോ? സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഫൈനൽ റൗണ്ടിൽ നിങ്ങളുടെ ലാസ്റ്റ് പെർഫോമൻസിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഏത് പാട്ട് സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു? അതിലേക്ക് എങ്ങനെയാ അപ്പൊ ഒരു ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ച്, പിന്നെ ഞങ്ങൾ 1-2 പേരോട് ചോദിച്ചു. ഇങ്ങനെയൊക്കെയാണ് ഡിസൈഡ് ചെയ്തത്. ഇപ്പം ഞങ്ങൾ ആദ്യമായിട്ട് എടുത്തത് ഒരു സങ്കീർത്തനമാണ്, 95-ാം സങ്കീർത്തനം. അതൊരു സ്തുതിപ്പിന്റെ സങ്കീർത്തനമാണ്, ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതിന്റെ. അങ്ങനെ നിങ്ങളപ്പോ നേരത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സങ്കീർത്തനമാണോ? അതെ, ഞങ്ങൾ പാടാറുള്ള സങ്കീർത്തനം. അപ്പൊ എല്ലാവർക്കും നന്നായിട്ട് തറവായിട്ടുള്ള ഒരു ഗാനം തന്നെ സെലക്ട് ചെയ്തു എന്നുള്ളത്. 1 മാസമായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പൊ ഇത് പഠിപ്പിച്ചപ്പോ സമയത്തോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തോ പുറത്തുനിന്ന് വേറൊരു ഹെൽപ്പ് നിങ്ങൾ ഉണ്ടായിരുന്നു? ഞങ്ങൾക്ക് തയ്യാറെടുപ്പിലാണ് ഇപ്രാവശ്യം ഹോളി ക്രോസ് സിസ്റ്റേഴ്സ് വന്നിരിക്കുന്നത്. ആരുടെ ഹെൽപ്പ് എടുത്തേ? റോൾഡൻ അച്ഛൻ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കൊല്ലം രൂപതയിൽ തന്നെ. പിന്നെ ലെനിൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു സാർ ഉണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാവരും ഫുൾ സപ്പോർട്ടിൽ ഇന്നിപ്പോ നിങ്ങളെ ട്രെയിൻ ചെയ്ത് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സിസ്റ്റേഴ്സ് ഈ ഒരു എന്താ പറയാ ലാസ്റ്റ് അംഗത്തട്ടിലേക്ക് എത്തിയിരിക്കുന്നത്
വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ്. അപ്പൊ ഇനി നമുക്ക് ഒട്ടും വൈകാതെ തന്നെ തുടക്കം വളരെ മനോഹരമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇവരുടെ സങ്കീർത്തനം ആസ്വദിക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വരുവിൻ നമുക്കു
സിസ്റ്ററെ നന്നായിട്ട് പാടിയോ സിസ്റ്ററെ? പാടി. എത്ര നാള് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് വന്നിരിക്കുക അല്ലേ? നമുക്ക് എന്തായാലും ചോദിക്കാം. മിഥിലയുടെ അടുത്ത് തന്നെ ചോദിക്കാം. മിഥില. സിസ്റ്റേഴ്സ്, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇത്ര ഗ്രൂപ്പ്സിനോടൊക്കെ മത്സരിച്ച് ഇവിടം വരെ എത്തിയത്. പണ്ടൊക്കെ സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ അടച്ചു കെട്ടിയിരിക്കുന്ന ഒരു ഇപ്പോൾ അതൊക്കെ മാറി, ആ ഒരു സ്റ്റൈലൊക്കെ മാറി. എല്ലാവരും അവരവരുടെ ടാലൻസ് ഒക്കെ എടുത്തു തുടങ്ങി. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ ഇങ്ങനെ ഈ സ്റ്റേജിൽ കാണുമ്പോൾ, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിന്ന് പാടുന്നത് കാണുമ്പോൾ. അതിനൊക്കെ പിന്നിൽ ഈ ഗുഡ്നെസ് ടി വിയും അതുപോലെ ജഡ്ജസ് അവരുടെ കമൻസ് നിങ്ങൾക്ക് കൂടുതലും അല്ലേ നല്ലൊരു ആത്മവിശ്വാസമൊക്കെ പകർന്ന് തന്നിട്ടുണ്ട്. അപ്പം അതിനൊക്കെ അവസരമൊരുക്കിയ ദൈവത്തിന് നമുക്ക് ആദ്യം നന്ദി പറയാം. പിന്നെ ഇതിൻ്റെ പെർഫോമൻസ് നിങ്ങൾ ആ പ്രാക്ടീസ് ചെയ്ത നിങ്ങളിവിടെ ഇപ്പോൾ ഇന്ന് എങ്ങനെ പെർഫോം ചെയ്തോ അതിനുള്ളൊരു മാർക്ക് ഞങ്ങളെല്ലാം ഇവിടെ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. എനിവേ, കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഇന്ന് നമ്മൾ മാർക്കൊന്നും തരില്ല നിങ്ങൾക്ക് കേട്ടോ. അറിയാലോ. ഉരുളിയാനിക്കലച്ച എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ സങ്കീർത്തനം? കുട്ടിയും സിസ്റ്റേഴ്സ് ഇതിലെ പറഞ്ഞ നല്ലൊരു കാര്യം. ഇപ്പോൾ ഒത്തിരി സിസ്റ്റേഴ്സ് ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ട് പാടാൻ. അവരുടെ ആ കൊച്ചു ലോകത്തിൽ നിന്നൊക്കെ നല്ലൊരു സൈനാണ്. ഇത് ഏത് സങ്കീർത്തനാണ് സിസ്റ്റേഴ്സ്? 95-ാം സങ്കീർത്തനം. ഒക്കെ നന്നായി പാടി കേട്ടോ, നന്നായി പാടി. എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടിന്യൂ. എല്ലാം നിങ്ങൾ കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു. മൈക്ക് പിടിക്കുന്ന പോലെ നിങ്ങൾ എന്ത് ഭംഗിയായിട്ടാണ് വിളിച്ചത്. എത്ര കറക്ഷൻസ് കഴിഞ്ഞിട്ട് എങ്ങനെയായതല്ലേ. താങ്ക് യു അച്ഛാ. പോൾ അച്ഛാ, കൺഗ്രാജുലേഷൻസ് സിസ്റ്റേഴ്സ്, നന്നായിട്ട് പാടി നിങ്ങൾ. എനിക്ക് തോന്നിയ കാര്യം സിസ്റ്റേഴ്സിൻ്റെ സിംഗിങ്ങിൽ ഒരു പ്രൊഫഷണലിസം കൊണ്ടുവരാൻ തീർച്ചയായിട്ടും ദാവീദിൻ്റെ കിന്നരങ്ങൾ സഹായിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നിങ്ങൾ പ്രൂവ് ചെയ്യാണ് നിങ്ങൾ പാടിയിട്ട്, പ്രൊഫഷണലിസം. അതുകൊണ്ട് വളരെ നല്ലൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മുന്നോട്ട് പോകട്ടെ. നിങ്ങൾക്ക് നല്ലൊരു പ്രൊഫഷണൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ളൊരു ബോധ്യം, അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുകയാണ്. നിങ്ങൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. മുന്നോട്ട് പോകട്ടെ. വിജയം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫാദർ. ജെറിമാഷേ. സിസ്റ്റേഴ്സ് വളരെ കറേജസ് ആയിട്ട് പാടി. എന്നുള്ള തുടക്കം തന്നെ ഐ നോട്ടീസ് ദർ വാസ് ആൻ ആക്സെൻ്റ്. അപ്പം ഞാൻ സ്വയം പ്രശംസിക്കുകയായിരുന്നു. ഞാനൊന്ന് പറഞ്ഞു കൊടുത്തു, ഓരോ ലൈൻ തുടങ്ങുമ്പോഴൊന്ന് ഉന്തി വിടണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അറ്റ് ലാസ്റ്റ് സിസ്റ്റേഴ്സിനും മനസ്സിലായി. അത് വലിയ സന്തോഷം തോന്നി. മാത്രമല്ല നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് ഈസ് വെരി പെർസെപ്റ്റിബിൾ. നിങ്ങളൊരു നല്ലൊരു നിലവാരത്തിലേക്ക് എത്തി എന്ന് എനിക്ക് ഇപ്പോൾ ആര് കേട്ടാലും പറയും. ഇറ്റ്സ് എ പെർസെപ്റ്റിബിൾ ഇംപ്രൂവ്മെൻറ്റ് ഇൻ സിംഗിങ്, ഇൻ പ്രൊനൗൺസിങ്, ഇൻ ഓൾസോ സിംഗിങ് ഇൻ പാർട്സ്. രണ്ട് വോയിസിൽ നിങ്ങൾ പാടിയത് പെർസെപ്റ്റിബിൾ ഇംപ്രൂവ്മെൻ്റ് ആണ്. അല്ലാതെ തിരക്കേടില്ല ഇങ്ങനെ പോട്ടെ എന്നുള്ള അതല്ല. ബൈ വേ ഓഫ് അപ്പം ഇതുകൊണ്ട് അച്ഛൻ പറഞ്ഞ പോലെ ഇത് അങ്ങ് ഞങ്ങൾ എത്തിക്കഴിഞ്ഞു, ഇനി അങ്ങ് വിട്ട് കളഞ്ഞേക്കാം, നമുക്ക് പിന്നെയും പഴയ പോലെ അങ്ങനെ ആകാം എന്നുള്ള നിലവാരത്തിലേക്ക് പോകാതെ വി വിൽ കണ്ടിന്യൂ ടു ഇംപ്രൂവ്. ഇവിടുന്നും ഇനിയും പോകാനുണ്ട്. എല്ലാം പക്ക ആയിട്ടില്ല. എന്തൊക്കെയായാലും സിസ്റ്റേഴ്സ്, you have caught up with a wonderful orchestra. People are sitting like this, any moment to jump at you, and they are prepared and they are always vigilant. അപ്പോൾ നിങ്ങൾ അവരുടെ നിലവാരത്തേക്ക് ഉയർന്നു. താങ്ക് യു മാഷേ. താങ്ക് യു സോ മച്ച്. സന്തോഷായി അല്ലേ? ശരിക്കും മാർക്കൊന്നും കിട്ടിയില്ലേലും വേണ്ടില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മൾ എന്തായാലും ഈ ഒരു ഫൈനൽ റൗണ്ടിൽ നമ്മൾ നേരത്തെ നിങ്ങൾ കണ്ട ഒരു പാറ്റേണിൽ നമ്മൾ ഓരോന്നും കഴിയുമ്പോൾ അപ്പം മാർക്ക് കൊടുത്ത് അങ്ങനെയല്ല. ഇപ്പം നിങ്ങളും കാത്തിരിക്കുക. ഫൈനൽ റൗണ്ടിൽ 4 ടീമാണ് വരുന്നത്. അപ്പോൾ എല്ലാവരുടെയും പെർഫോമൻസ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കറിയാം ആർക്കാണ് ഏറ്റവും ടോപ്പിൽ വരിക എന്നുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ കാത്തിരുന്ന് നമ്മൾ അടുത്ത ആൾക്കാരെ നമ്മൾ വേദിയിലേക്ക് വിളിക്കട്ടെ. അപ്പം നിങ്ങൾ അവരുടെ ഗാനം ആസ്വദിച്ചോളൂ കേട്ടോ. ശരി, താങ്ക് യു. ഭൂമിയിലെങ്ങും സ്വർഗം തീർക്കും ദേവനായകരേ നിങ്ങൾ. ദാവീദിന്റെ കിന്നരങ്ങൾ, ദാവീദിന്റെ കിന്നരങ്ങൾ. ദാവീദിന്റെ
കിന്നരങ്ങളിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് വീണ്ടും കൊല്ലത്ത് നിന്നും എത്തിയിരിക്കുന്ന സിസ്റ്റേഴ്സ് തന്നെയാണ്. FIH സിസ്റ്റേഴ്സ് ആണ് ഇനി വേദിയിൽ പെർഫോമൻസിനായിട്ട് ഞാൻ ക്ഷണിക്കാൻ പോകുന്നത്. വരൂ സിസ്റ്റേഴ്സ്. സിസ്റ്ററെ എന്തോ അങ്ങനെ അവസാനം നമ്മളിപ്പോ ഈ ഒരു ഫൈനൽ റൗണ്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 കാറ്റഗറിയിലുള്ള ഗാനങ്ങളാണ് നിങ്ങൾക്ക് ആലപിക്കാൻ പറ്റുന്നത്. അതിലേക്ക് ഏതൊക്കെ കാറ്റഗറിയിലുള്ള പാട്ട് പാടണം എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടായോ? ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ തന്നെ ഒരു ക്രിറ്റിസിസം ഒക്കെ നടത്തി. ഓരോ പാട്ട് എടുത്തിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ ജെറിമാഷ് എന്ത് പറയുമായിരിക്കും, അച്ഛനെന്ത് പറയുമായിരിക്കും, അങ്ങനെ ഓരോരുത്തരെ കുറിച്ച് ഞങ്ങൾ ഭാവനയെ കണ്ട് ഞങ്ങൾ ജഡ്ജ്മെന്റ് നടത്തിയിട്ട് പിന്നെ കുറെ പാട്ട് എടുത്തിട്ട് എനിക്കൊരു 50 കൂടി പാട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും അവസാനം എല്ലാവരുടെയും മനസ്സിന് ഇണങ്ങി കുഴപ്പമില്ല, ദൈവസ്നേഹം ഫീൽ ചെയ്യുന്നൊരു പാട്ടാണ് എന്ന് തോന്നിയ 2 പാട്ടുകൾ സെലക്ട് ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് തയ്യാറെടുപ്പോട് കൂടി ഒരുപാട് പ്രാർത്ഥനയോട് കൂടി എന്താ പറയാ, ഈ നിമിഷം എനിക്ക് ഉറപ്പാണ് നിങ്ങളിപ്പോ കയറാൻ പോവാണ് എന്ന് കോൺവെന്റിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അവിടെയും ബാക്കിയുള്ള ഇവരുടെ കൂടെയുള്ള എല്ലാവരും അവിടെ ഇപ്പൊ പ്രാർത്ഥനയായിരിക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ പാടാൻ പറ്റണേന്ന്, അല്ലേ? അതെ, അത് ഇപ്രാവശ്യം ഞങ്ങളുടെ മദർ ജേണലിൽ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. ആഹാ, മുമ്പൊക്കെ മദറിന് ഒരുപാട് അസൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. അതെ, പലതവണ ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു മദറെ ഞങ്ങൾ ഫൈനലിൽ എത്തി. അപ്പൊ മദറിന് അമേരിക്കയിൽ പോകണമായിരുന്നു. ഞങ്ങൾ പറഞ്ഞു മദർ ആ യാത്ര അഡ്ജസ്റ്റ് ചെയ്യണം, ഞങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് മദർ പോയാൽ മതി എന്ന് ഉറപ്പ് വന്നിട്ട് മദർ ഇന്നിവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ. ഒരുപാട് സന്തോഷം. അപ്പൊ നമുക്ക് മദറിനെയൊക്കെ വേദിയിലേക്ക് ക്ഷണിക്കാം. ആദ്യം നമുക്ക് നിങ്ങളുടെ ഗാനത്തിലേക്ക് പോവാം. അപ്പൊ ഏറ്റവും നല്ല പെർഫോമൻസ് നിങ്ങളുടേതാവട്ടെ എന്ന് ആശംസിക്കുന്നു. കാണാം കേട്ടോ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. കൺമണി പോലെന്നും നിന്നെ കരുതുന്ന കാവലി ദിവ്യകാരുണ്യമാം ഈശോ, സാന്ത്വനമായെന്നും നിന്നെ കഴുകുന്ന തിന്നലി ദിവ്യകാരുണ്യമാം ഈശോ. കൺമണി പോലെന്നും നിന്നെ കരുതുന്ന കാവലി ദിവ്യകാരുണ്യമാം ഈശോ, സാന്ത്വനമായെന്നും നിന്നെ കഴുകുന്ന തിന്നലി ദിവ്യകാരുണ്യമാം
ഫമീല സിസ്റ്ററെ, എന്തോ പാടിക്കഴിഞ്ഞിട്ട് എങ്ങനെ തോന്നുന്നുണ്ട്? പാടി കഴിഞ്ഞപ്പോൾ ടെൻഷനുണ്ട്. സിസ്റ്റർ, ഇവരെല്ലാവർക്കും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ ദാവീദിന്റെ കിന്നരങ്ങളുടെ ഫൈനൽ റൗണ്ടിൽ നിൽക്കുകയാണ്. ഇവരുടെ മാക്സിമം ഇവർ ട്രൈ ചെയ്ത് ഇന്നിപ്പോൾ ഇവിടെ പാടിയിരിക്കുകയാണ്. പിന്നെ എല്ലാം ഒരു സമയമല്ലേ അല്ലേ സിസ്റ്ററെ? എന്നാലും ഞാൻ ചോദിക്കാം, പോളച്ച ഇവരുടെ ഇന്നത്തെ ഈ ഒരു ദിവ്യകാരുണ്യ ഗാനം അച്ഛൻ ആസ്വദിച്ചോ? വളരെ നല്ല ഗാനമായിരുന്നു. സ്റ്റേജിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. താങ്ക് യു ഫാദർ. അതിൻ്റെ പ്രത്യേകിച്ച് ഒരു ബീറ്റ്, ഒരു വെറൈറ്റിയുള്ള ബീറ്റ് ആയിരുന്നു. ഇവിടെ കുറച്ച് നേരത്തെ ജെറി മാഷ് ഇവിടെ പറയായിരുന്നു ഗർബ ഡാൻസ് എന്ന് പറഞ്ഞിട്ട്, ഗുജറാത്തി ഫോക്ക് ഡാൻസ്. അതിൻ്റെ ഒരു ബീറ്റ് ഇതിനോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുകയല്ലേ. സിസ്റ്റേഴ്സ് വളരെ അതിൽ ലയിച്ച് പാടി. പ്രത്യേകിച്ച് ഇത് ഫൈനൽ റൗണ്ടാണല്ലോ, അപ്പം അങ്ങനെ ഒരു വിന്നിങ് എന്താ പറയുക, ഒരു മോട്ടിവേഷനോടുകൂടിയാണ് നിങ്ങൾ പാടുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട് പാട്ട് കേൾക്കുമ്പോൾ. നിങ്ങൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുന്നു. നിങ്ങളുടെ പാട്ട് നന്നായി ആസ്വദിച്ചു. ഇത് വളരെ ഒരു എന്താ പറയുക, ഉള്ളിൽ തട്ടുന്ന ഒരു സംഗീതമായിരുന്നു. സ്ലോ മെലഡിയാണ്, പക്ഷെ അങ്ങനെ ഉള്ളിൽ ദീപികാരുണ്യ ഗീതം എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് അതിൻ്റെ സ്പിരിറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ഉള്ളിൽ തട്ടണം. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ മനോഹരമായിട്ട് പാടി. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. ഇനിയും ഉയരങ്ങളിലേക്ക് പോകട്ടെ. താങ്ക് യു ഫാദർ. താങ്ക് യു പോളച്ച. ഉരുളിയണിക്കലച്ച? ഒക്കെ മറ്റൊന്നും എനിക്ക് പറയാറില്ല, നല്ല പാട്ടായിരുന്നു. വേറെ പാട്ടിനെ കുറിച്ചൊന്നും അധികം വിശദമായി പറയുന്നില്ല. നല്ല ഉച്ചാരണം, അലിയാൻ അലിയാൻ ഇങ്ങനെയുള്ളതൊക്കെ നല്ല നിങ്ങൾ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തു. പക്ഷേ ഇത് നിങ്ങളിൽ നിൽക്കരുത് കേട്ടോ. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നിങ്ങളുടെ ജൂനിയേഴ്സിനെല്ലാം വല്ലപ്പോഴും വിളിച്ചു കൂട്ടി മാസത്തിലൊരിക്കലോ 6 മാസം കൂടുമ്പോൾ വിളിച്ചു കൂട്ടി ഒരു മ്യൂസിക് ട്രെയിനിങ് ഒക്കെ കൊടുക്കുക. ഇതെല്ലാം നിങ്ങളിവിടെ പഠിച്ച കാര്യങ്ങളെല്ലാം അവർക്ക് കൊടുക്കുക. അങ്ങനെ ഒരു കൈമാറ്റം ചെയ്ത് ഇനി ഇങ്ങനെ ഒരു വേദി കിട്ടുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ ഇല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ എല്ലാ അറിവുകളും ഒന്നും ബാക്കി വയ്ക്കാതെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഉത്തരവാദിത്വം. അതാണ് റെസ്പോൺസിബിലിറ്റി. ദൈവാനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഫാദർ. താങ്ക് യു ഫാദർ. മിഥില? സിസ്റ്റേഴ്സ്, ആദ്യം വന്ന് നിൽക്കുന്ന ആ ഒരു ലെവലിലല്ല ഇപ്പം നിങ്ങൾ വന്ന് നിൽക്കുന്നതും. നിങ്ങളുടെ പെർഫോമൻസും അതുപോലെ തന്നെ, പാട്ടിലൊക്കെ നന്നായി ലയിച്ച് പ്രൊഫഷണൽസ് പാടുന്നത് പോലെ തന്നെ പാടി. അപ്പോൾ ഇനി നിങ്ങളുടെ ബാക്കി സംഭവങ്ങളെല്ലാം ഇതിനകത്തുണ്ട്, വഴിയെ അറിയാം. എല്ലാ വിജയാശംസകളും നേരുന്നു. താങ്ക് യു. ജെറുമാഷേ? സിസ്റ്റേഴ്സിൻ്റെ പാട്ടിൻ്റെ ഒഴുക്ക് നന്നായിരുന്നു. വാക്കുകളുടെ പോക്കും ഏകദേശമൊക്കെ ഫസ്റ്റ് ക്ലാസ്. അങ്ങനെ മ്യൂസിക്കിനെ പറ്റി അത്രയും. നിങ്ങളുടെ പെർഫോമൻസ് വാസ് മോർ ദാൻ ബെറ്റർ. എന്ന് what I mean? അതിനെപ്പറ്റി എനിക്ക് പരാമർശമില്ല. എന്നാൽ നിങ്ങളുടെ സെലക്ഷൻ കുഡ് ഹാവ് ബീൻ ബെറ്റർ എന്നൊരു തോന്നൽ. സോ സിസ്റ്റേഴ്സ്, യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. താങ്ക് യു മാഷേ. ഫമീല സിസ്റ്റർ, എന്തോ സന്തോഷമായല്ലോ സന്തോഷമായി അല്ലേ? ഇനി അടുത്തത് എന്തായിരിക്കും? എന്താണെന്നുള്ള ഒരു ഇതാണ്, നമുക്ക് കിട്ടുമോ പ്രൈസ് എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ അല്ലേ? പക്ഷെ നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ ഇല്ല, അപ്പൊ പ്രൈസ് കിട്ടും. അല്ല, അങ്ങനെയല്ല, ഞങ്ങള് പെർഫോം ചെയ്തു. ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിൽ. എനിക്ക് വയ്യ. അപ്പൊ സിസ്റ്റർ, പക്ഷെ അങ്ങനെ അങ്ങ് പറഞ്ഞു, ഇനിയും നിങ്ങൾക്ക് ഒരു പെർഫോമൻസും കൂടെ ഉണ്ട്. ഫൈനൽ റൗണ്ടിലെ ആദ്യത്തെ പെർഫോമൻസ് ആണ് ഇപ്പൊ കഴിഞ്ഞത്. ഇനി ഒന്നും കൂടെ ഉണ്ട്. അപ്പൊ ഇപ്പൊ എന്തെങ്കിലും ഒരു നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒന്നും കൂടെ ശരിയാക്കാമായിരുന്നു എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതിനൊരു ചാൻസും കൂടെ തരികയാണ്. രണ്ടാമത്തെ ഗാനത്തിൽ ഇപ്പൊ വന്ന ആ കുറവുകളെല്ലാം നികത്തി വരണം കേട്ടോ. അപ്പൊ ഒന്ന് പോയി പ്രാക്ടീസ് ചെയ്ത് റെഡിയായിട്ട് അടുത്ത ഗാനവുമായിട്ട് വരൂ. ഞങ്ങളോട് കാത്തിരിക്കുന്നുണ്ടാവും. താങ്ക് യു. ഭൂമിയിലെങ്ങും സ്വർഗം തീർക്കും ദേവഗായകരേ നിങ്ങൾ. ദാവീദിന്റെ കിന്നരങ്ങൾ, ദാവീദിന്റെ കിന്നരങ്ങൾ. ദാവീദിന്റെ കിന്നരങ്ങളിൽ ഇനി നമ്മൾ ആസ്വദിക്കാൻ പോകുന്നത് കോട്ടയം കളത്തുപടിയിൽ നിന്നും എത്തിയിരിക്കുന്ന അപ്പോസ്തോലിക് ഒബ്ലേറ്റ്സ്. ആ സിസ്റ്റേഴ്സിനെ നമുക്ക് ഇനി വേദിയിലേക്ക് ക്ഷണിക്കാം. വരൂ. അനു സിസ്റ്റർ, സുഖാണല്ലോ? സുഖമായിട്ടിരിക്കുന്നു. ഇന്നിപ്പോ നിങ്ങൾ പാടാനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ഏത് കാറ്റഗറിയിലുള്ള ഗാനങ്ങളാണ്? ഞങ്ങൾ പ്രവേശന ഗാനമാണ് ഇന്നിപ്പോ ആദ്യം പാടാൻ പോകുന്നത്. രണ്ടാമത് മാതാവിന്റെ പാട്ടാണ്. ശരി, ഓക്കെ. അപ്പൊ പ്രവേശന ഗാനത്തിലേക്ക് എത്തിയ ആ ഒരു കഥയും കൂടെ പറയൂ. പ്രവേശന ഗാനത്തിലേക്ക് എത്താൻ ഉള്ള കാരണം മെയിനായിട്ട് നമുക്ക് ഇവിടുന്ന് തന്ന സജഷൻസ് ഉണ്ടല്ലോ. അപ്പൊ അതിനനുസരിച്ച് എല്ലാവർക്കും പാടാൻ പറ്റുന്ന പാട്ട്. നമ്മുടെ ചർച്ച് കൊയറിൽ
നമുക്ക് എല്ലാവരെയും അതിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കണം. അപ്പൊ അങ്ങനെയുള്ള പാട്ട്, വളരെ ലളിതമായ പാട്ട്, പിന്നെ ഇന്റർബിറ്റ് ഒക്കെ കുറവുള്ള പാട്ട്. അപ്പോൾ അതെല്ലാം കൂടെ നോക്കി ഞങ്ങൾ എല്ലാവരും ചർച്ച ചെയ്താണ് ഈ പാട്ട് സെലക്ട് ചെയ്തത്. ഓക്കെ, ഇപ്രാവശ്യം നിങ്ങളെ ട്രെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ വേറൊരു ഹെൽപ്പ് എടുത്തോ? പുറത്തുനിന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2 മാസമായിട്ട് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ആരാണ് ട്രെയിൻ ചെയ്തത്? വർഗീസ് അച്ഛൻ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് നന്നായിട്ട് കോയറിലുള്ള ഒരു അച്ഛനാണ്, നന്നായിട്ട് മ്യൂസിക് അറിയാവുന്ന അച്ഛനാണ്. അച്ഛൻ എത്തിയിട്ടുണ്ടോ? ഇവിടെ എത്തിയിട്ടില്ല, എത്താൻ സാധിച്ചില്ല. പിന്നെ ഞങ്ങളുടെ വെള്ളാനിക്കലച്ഛൻ നല്ലൊരു മ്യൂസിഷ്യനാണ്, അദ്ദേഹത്തിന്റെ നല്ല കറക്ഷൻസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. അപ്പൊ അങ്ങനെ 2 മാസത്തെ നീണ്ട ഒരു പ്രാക്ടീസിനോട് ഒടുവിൽ ഇന്ന് ഇവരിപ്പോ മത്സരവേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല ഉഷാറായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പാടാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഗാനത്തിന് ശേഷം കാണാം കേട്ടോ. താങ്ക് യു. വരുവിൻ വരുവിൻ അൾത്താരമുന്നിൽ ബലിയർപ്പിക്കാൻ വരുവിൻ. വരുവിൻ വരുവിൻ അൾത്താരമുന്നിൽ ബലിയർപ്പിക്കാൻ വരുവിൻ. ഒന്നായി നമ്മൾ ഒരു മനസ്സോടെ സ്നേഹപിതാവിനു ബലിയർപ്പിക്കാം. ഒന്നായി നമ്മൾ ഒരു മനസ്സോടെ സ്നേഹപിതാവിനു ബലിയർപ്പിക്കാം. വരുവിൻ വരുവിൻ അൾത്താരമുന്നിൽ ബലിയർപ്പിക്കാൻ വരുവിൻ. പാവങ്ങളാൽ തളർന്നിടുമ്പോൾ, ദുഃഖങ്ങളാൽ മനം നീറിടുമ്പോൾ, പാവങ്ങളാൽ ആത്മം തളർന്നിടുമ്പോൾ, ദുഃഖങ്ങളാൽ മനം നീറിടുമ്പോൾ, ബലിവേദിയിലൊഴുകും തിരുരക്തത്താൽ സൗഖ്യം പകർന്നിടും ആത്മനാഥൻ. ബലിവേദിയിലൊഴുകും തിരുരക്തത്താൽ സൗഖ്യം പകർന്നിടും ആത്മനാഥൻ. വരുവിൻ വരുവിൻ അൾത്താരമുന്നിൽ ബലിയർപ്പിക്കാൻ വരുവിൻ. ലോകസുഖം തേടി അലഞ്ഞവൻ ഞാൻ, നാശത്തിൻ വഴികളിൽ ചരിച്ചവൻ ഞാൻ. ലോകസുഖം തേടി അലഞ്ഞവൻ ഞാൻ, നാശത്തിൻ വഴികളിൽ ചരിച്ചവൻ ഞാൻ. നൽകാനില്ലെന്നിൽ നന്മകളൊന്നും, നല്ലിടയാ എന്നെ കൈക്കൊള്ളണേ. നൽകാനില്ലെന്നിൽ നന്മ
അനു സിസ്റ്റർ, എല്ലാവരും നല്ല റിലാക്സ്ഡ് ആയിട്ട് പാടിയതുപോലെ തോന്നി. ആണോ? അങ്ങനെയാണോ? തീർച്ചയായിട്ടും ഞങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ട് അല്ലേ? അപ്പോൾ പഠിച്ച പോലെയും ഇത്രയും നാളും പ്രാക്ടീസ് ചെയ്തതുപോലെയും നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് ഇന്നിവിടെ ഫൈനൽ ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റി. ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ പറ്റിയെന്ന് വിചാരിച്ചു. ശരി, ഉരുളിയാനിക്കലച്ച, എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ ഇന്നത്തെ പ്രവേശന ഗാനം? സിസ്റ്റേഴ്സ് നന്നായി പാടി, നന്നായി പാടി. എന്നോട് പലരും ചോദിക്കും സാരി എന്താന്നൊക്കെ ചോദിക്കും ആളുകളൊക്കെ. നിങ്ങളെ പാട്ട് കേട്ടിട്ട് ചോദിക്കും ഇതെന്താ വെച്ചാൽ അവർ സാരി എടുത്ത് പാടുന്നത്. കൊച്ചുങ്ങളാട്ടോ, കുഞ്ഞുങ്ങൾക്ക് അറിഞ്ഞുകൂടല്ലോ നിങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞ ഒബ്ലേറ്റ്സ് ആണ് അവർ. മൊണാസ്റ്റിക് ആണെങ്കിലും അവർ ഒരു പൂർണ്ണ മൊണാസ്റ്റിക് അല്ല, സന്യാസ. ഇതൊക്കെ എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അംഗങ്ങളാണ്. അതായത് നമുക്ക് റിലീജിയസ് സിസ്റ്റേഴ്സ് ഉണ്ട്, സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഞങ്ങൾ ബാഹ്യ ഹാബിറ്റ് ഉപയോഗിക്കില്ല. ഏത് രാജ്യത്താണോ ആ രാജ്യത്തിലെ സാധാരണ സ്ത്രീകൾ ഉപയോഗിക്കുന്ന വേഷം, അത് നമ്മൾ ബൈബിളിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ ഇൻസ്പയർ ഞങ്ങളുടെ ഫൗണ്ടറിന് കിട്ടിയത്. ഈശോ പ്രത്യേക വേഷവിധാനത്തോടു കൂടിയല്ല സുവിശേഷം പ്രസംഗിച്ചത്. സാധാരണ മനുഷ്യരുടെ ഇടയിലേക്ക് കടന്നു ചെന്ന് ഈശോയുടെ സന്ദേശം അറിയിക്കാനായിട്ട്. അതിനാണ് ഞങ്ങളുടെ ഫൗണ്ടർ ഏത് രാജ്യത്തായിരിക്കുന്നോ ആ രാജ്യത്തിലെ സാധാരണ സ്ത്രീകളുടെ വേഷം സ്വീകരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു. ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. താങ്ക് യു. നിങ്ങളുടെ ഹാർഡ് വർക്കിനൊക്കെ അതിൻ്റെ ഫലമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇങ്ങനെയൊരു സ്റ്റേജ് അല്ലേ, ഫൈനൽ സ്റ്റേജ് വരെ എത്തി. എത്രയോ നന്നായിട്ട് പാടുന്ന ഗ്രൂപ്പുകളോട് മത്സരിച്ച് ഇവിടം വരെ എത്തി. ഹാർട്ടി കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. പിന്നെ സിസ്റ്റർ ഇപ്പോൾ പറഞ്ഞത് എന്നെ സംബന്ധിച്ചൊരു പുതിയ അറിവാണ് കേട്ടോ, സന്തോഷം. പിന്നെ നിങ്ങളുടെ പാട്ടിലേക്ക് നല്ല പെർഫോമൻസ് ആയിരുന്നു, നന്നായിട്ട് നല്ല ലയിച്ച് പാടി എല്ലാവരും. നല്ലൊരു പാട്ട്, നല്ല ഒരു ഭക്തി തോന്നുന്ന ഒരു പാട്ട്. നിങ്ങളാലാവും വിധം മാക്സിമം നന്നാക്കാനായിട്ട് ശ്രമിച്ചു. ഇനി അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ പിന്നീട് അറിയിക്കും, കാര്യങ്ങളെല്ലാം അറിയും. അപ്പം വിജയാശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. താങ്ക് യു. കോളച്ച സിസ്റ്റേഴ്സ് നന്നായി പാടി, അഭിനന്ദനങ്ങൾ. എനിക്കൊന്നൊരു ലോങ് ജേണിയിൽ നല്ലൊരു ടീം വർക്ക് നിങ്ങൾക്കുണ്ടായെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. കാരണം ടീം വർക്കിലൂടെ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള സംഘാതമായിട്ടുള്ള ആലാപനം വിജയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. രണ്ട് തരത്തിൽ ട്യൂണിങ് ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. ഒന്ന് ഇൻഡിവിജ്വൽ ട്യൂണിങ്, ഓരോരുത്തർക്കും സ്വന്തമായിട്ട് നന്നായി പാടാൻ പറ്റുമായിരിക്കും. അതുപോലെ തന്നെ ഗ്രൂപ്പ് ട്യൂണിങ് ഉണ്ട്, അതിന് ടീം വർക്ക് വളരെ അത്യാവശ്യം. എല്ലാവരും ഒരുപോലെ പോകണമല്ലോ. നിങ്ങൾ വളരെ മനോഹരമായിട്ട് പാടി, നിങ്ങളുടെ പാട്ടിൽ ആ ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്തിരുന്നു. പിന്നെ നല്ല ഒരു സെലക്ഷനാണ്, നല്ലൊരു ഫീലിംഗ് ഉള്ളൊരു ഭക്തിഗാനം, പ്രത്യേകിച്ച് പ്രാരംഭ ഗാനം എന്നുള്ള രീതിയിൽ വളരെ നല്ലൊരു സെലക്ഷനാണത്. ഈ ദാവീദിൻ്റെ കിന്നരങ്ങളിലൂടെ, ഈ കൊയർ ആലാപനത്തിലൂടെ നിങ്ങൾക്ക് നല്ല ഒരു മ്യൂസിക്കൽ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തോന്നുന്നു. അഭിനന്ദനങ്ങൾ. താങ്ക് യു പോളച്ച. ജെറിമാഷേ. Yes, sisters, I have marked here pronunciation plus. ഒരു ചെറിയ കല്ലുകടി ലിറിക്സിലാണ്. അതായത് ആദ്യത്തെ പല്ലവിയിലും അനുപല്ലവിയിലും ഞങ്ങൾ എന്ന് പറഞ്ഞു, പക്ഷെ മൂന്നാമത് വന്നപ്പോൾ ഞാനായിപ്പോയി. അതെന്ത് പറ്റിയ ലിറിസിസ്റ്റിന് സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് ഓബ്ജക്റ്റ് എന്നുള്ള വിവേചനം തെറ്റിപ്പോയോ? അങ്ങനെ ഒരു ചെറിയ പ്രോബ്ലം. I congratulate you, sisters, for your hard work and consistent following of the suggestions we are giving from here and the suggestions and directions you get from elsewhere also. Thank you, sir. All the best. Thank you, മാഷേ. ഒരുപാട് സന്തോഷമായല്ലേ? ശരിക്കും സന്തോഷമായി. അപ്പൊ എന്തായാലും നിങ്ങളുടെ ആ ഒരു ഹാർഡ് വർക്കിന് ഇപ്പൊ നല്ല ഒരു റിസൾട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മളൊരു മത്സരവേദിയിലാണ് നിൽക്കുന്നത്. ഇത് മത്സരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ? അപ്പോൾ അതിന് ഇനി നിങ്ങൾക്ക് ഒരു ഗാനവും കൂടെ നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ പാടേണ്ടതായിട്ടുണ്ട്. പോയി ഒന്നും കൂടെ ഒന്ന് പൊടി തട്ടി എല്ലാം ഒന്നും കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് ഓടി വരൂ, നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഭൂമിയിലെങ്ങും സ്വർഗം തീർക്കും ദേവഗായകരേ നിങ്ങൾ, ദാവീദിന്റെ കിന്നരങ്ങൾ, ദാവീദിന്റെ കിന്നരങ്ങൾ.
ബെഥനി സിസ്റ്റേഴ്സ് ജനറലേറ്റ് കോട്ടയത്ത് നിന്നും എത്തിയിരിക്കുന്ന സിസ്റ്റേഴ്സ് ആണ് ഇനി ഈ വേദിയിലേക്ക് എത്താൻ പോകുന്നത്. വരൂ. ആൻ സിസ്റ്റർ, ഇന്നത്തെ ഈ ഒരു അവസാനത്തെ പാട്ടുകളിലേക്ക് എത്തിപ്പെട്ടത് സിസ്റ്റർ ആൻ സിസ്റ്റർ തന്നെയാണോ സെലക്ട് ചെയ്തത്? അല്ല, ഞങ്ങൾക്ക് ഈ കാറ്റഗറി ഞങ്ങൾ സെലക്റ്റഡ് ആയപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിലൊരു ഊഹം ഉണ്ടാകും നമുക്കിത് പാടിയാൽ കൊള്ളാമെന്ന്. പക്ഷെ അതിന്റെ സെലക്ഷൻ കാറ്റഗറീസ് തന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ഞങ്ങളുടെ ആഗ്രഹം മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആരാധനാക്രമത്തിലെ തന്നെ ഗാനങ്ങളാണ് ഞങ്ങളുടെ മനസ്സിൽ പ്ലാൻ ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ തന്നെ ഞങ്ങൾ അത് തീരുമാനിച്ചിരുന്നു. അപ്പോൾ അതിന് തത്തുല്യമായി ഞങ്ങൾക്ക് പാടാവുന്നതും എന്നാൽ കുറച്ചും കൂടി നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് പാടുമ്പോൾ കുറേ കൂടി ഇപ്പം മത്സരം കൂടിയാണല്ലോ. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞങ്ങൾ പാട്ടുകൾ സെലക്ട് ചെയ്തത്. ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായമാണ്. പിന്നെ ഞങ്ങൾക്ക് പരിശീലനം നൽകിയത് ഞങ്ങളുടെ തന്നെ സഭയിലെ ഒരു ബഹുമാനപ്പെട്ട അച്ഛനാണ്. അപ്പം അച്ഛൻ്റെ കൂടി നിർദ്ദേശം ഇതിന് വലിയ ഒരു പ്രേരക ശക്തി. അച്ഛൻ്റെ പേര് ബഹുമാനപ്പെട്ട ജോസഫ് മലയാറ്റിൽ അച്ഛൻ. പിന്നെ ഒരു കീബോർഡിസ്റ്റും കൂടി ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഒരു മോനാണ്, മിഖിൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് എത്ര ദിവസം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്? ശരിക്കും ഒരു മാസത്തെ ഒരു പരിശീലനം ഞങ്ങൾക്ക് ഓൺലൈൻ ഓഫ്ലൈൻ മോഡിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോ അവരും കൂടെ വന്നിട്ടുണ്ടോ? ഇന്ന് അവർ വന്നിട്ടില്ല. അച്ഛൻ വളരെ ആഗ്രഹിച്ചതാണ്. പക്ഷെ അച്ഛൻ ഞങ്ങളുടെ മേജർ സെമിനാരിയിലെ അധ്യാപകൻ കൂടിയാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള തിരക്കുകളുണ്ട്, അതുകൊണ്ട് വരാൻ സാധിച്ചില്ല. അപ്പം അച്ഛന്റെ ആ ഒരു നേതൃത്വത്തിൽ നിങ്ങൾ എല്ലാവരും ഇവിടെ ശരിക്കും നന്നായിട്ട് അല്ലേ, നല്ല കോൺഫിഡന്റോട് കൂടിയാണ് ഇന്നിപ്പോ നിങ്ങൾ എല്ലാവരും. പിന്നെ ബഥനി സമൂഹത്തെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ അമ്മയാണല്ലോ നമുക്ക് ഏറ്റവും വലിയ ശക്തി. തീർച്ചയായിട്ടും. അപ്പോൾ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട മദർ ജനറൽ കൗൺസിലേഴ്സ്, ഞങ്ങളുടെ കൗൺസിലർ സിസ്റ്റർ ഇന്ന് ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. മദർ ജനറലൊക്കെ പ്രാർത്ഥനയിലാണ്. അതുപോലെ ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയേഴ്സ് അമ്മമാര്, ഞങ്ങളുടെ ഓരോ സിസ്റ്ററും ഇപ്പോൾ എപ്പിസോഡ് കണ്ടു കഴിയുമ്പോൾ അവര് പറയും മക്കളെ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാമായിരുന്നു. അങ്ങനെ വ്യക്തിപരമായ കറക്ഷൻസും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹവും ആശീർവാദവുമാണ്. അതിനാണ് ഞങ്ങൾ അത് വലിയൊരു അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും അത് വലിയൊരു അനുഗ്രഹം തന്നെ. ഇന്നിപ്പോ നിങ്ങളിപ്പോ എത്തിയത് എന്നിട്ട് ഏത് കാറ്റഗറിയിലുള്ള ഗാനങ്ങളാണ്? ഇന്ന് ഞങ്ങള് ഓശാനയുടെ ഗീതമാണ് ഇപ്പോൾ ഞങ്ങൾ പാടുന്നത്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ ലിറ്റർജിയിൽ തന്നെ പെട്ട ഓശാന ഗീതമാണ്. അപ്പൊ എത്രയോ വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഗാനമാണത് അല്ലേ? അതെ, അത് കുറച്ചും കൂടി നമുക്കറിയാമല്ലോ. നമ്മൾ ആ പാടുന്നതാണെങ്കിൽ പോലും പരിശീലനം ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും നമ്മൾ ശിശുക്കളാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ പിച്ച വെച്ച് അവസാനം ഒരു പൂർണ്ണതയിൽ എത്തിയെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നമുക്ക് നോക്കാം ഇവർ ആ ഒരു പൂർണ്ണതയിൽ എത്തിയോ എന്നുള്ളത്. എന്തായാലും 1-2 ദിവസത്തെ അല്ല, എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇന്നത്തെ ഈ ഒരു ഫൈനൽ വേദിയിൽ ഇവർ ഫേസ് ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവിധ സപ്പോർട്ടും പ്രാർത്ഥനയും നൽകിക്കൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു ഓശാന ഗാനം നമുക്കിനി കാത്തിരിക്കാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബാലകരോടായി വൃദ്ധന്മാരോടീ
സിസ്റ്റർ നന്നായിട്ട് പാടിയല്ലേ ഓശാന ഗാനം? പാടിയെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പഠിച്ച പോലെ തന്നെ ഇന്നിപ്പോൾ ലാസ്റ്റ് നമ്മളൊരു ഇങ്ങനെ ഇൻഹെയിൽ ചെയ്തിട്ട് ലാസ്റ്റ് ഫൈനലി എക്സെയിൽ ചെയ്ത് ഇങ്ങനെ ലാസ്റ്റ് ബ്രത്ത് പോണ പോലെയാണ്. ഇത്രയും ദിവസം പ്രാക്ടീസ് ചെയ്ത് വന്നിട്ട് ഇന്നിപ്പോൾ ലാസ്റ്റ് പാടി കഴിയുമ്പോൾ ഒരു റിലാക്സ്ഡ് ആയിട്ട് തോന്നുന്നുണ്ടോ ഇപ്പോൾ? തീർച്ചയായിട്ടും ഒരു സംതൃപ്തി മനസ്സിന് ഫീൽ ചെയ്യുന്നു. പിന്നെ ദൈവനാമം മഹത്വപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ശരി, പോളച്ച സിസ്റ്റേഴ്സ് മനോഹരമായിട്ട് പാടി, കൺഗ്രാജുലേഷൻസ്. ഇതുവരെ കേട്ട പാട്ടുകളുടെ ഒരു രീതി ഇന്നലെ ഞങ്ങളെ മാറി വേറൊരു തലത്തിലേക്ക് ഈ പാട്ട് കൊണ്ടുപോയി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ ലിറിക്സ് ആര് ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും? ഇത് കൂക്കോയോ രാഗത്തിൽപ്പെട്ട ഒരു ഗാനമാണ്. കൂക്കോയോ, ഷെമോൻ കൂക്കോ എന്നൊരു സഭാപിതാവാണ് ഇതിൻ്റെ രചയിതാവ്. ഓ ശരി. എത്ര വർഷം പഴക്കമുണ്ടാവും? ഇത് ലിറ്റർജിക്കൽ സോങ് ആണല്ലോ, അപ്പോൾ സഭാപിതാക്കന്മാർ വർഷങ്ങളുടെ പാരമ്പര്യവും അതെ ട്രഡീഷണൽ ആയിട്ട് ഓശാന ശുശ്രൂഷയ്ക്ക് മലയാളത്തിൽ ഇത് പരിഭാഷപ്പെടുത്തിയത് ഓരോ സഭാപിതാക്കന്മാർ കാലാകാലങ്ങളിലാണ് മലയാളത്തിൽ. ഷെമോൻ കൂക്കോയാണ് ഇതിന്റെ ഒറിജിനൽ രചയിതാവ്. കൂക്കോയോ രാഗം, കൂക്കോയോ രാഗത്തിൽപ്പെട്ട ഗാനമാണ്. ഇത് വളരെ ഈ എന്താ പറയുക, ഓറിയൻ്റൽ ട്രഡീഷനിലുള്ള ഈസ്റ്റേൺ മ്യൂസിക്. ഏതായാലും വളരെ ഒരു സിമ്പിൾ മ്യൂസിക്, വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഒരുപക്ഷെ നമ്മുടെ ആരാധനാ സംഗീതവുമായിട്ട് കുറേയധികം ഇതിന് ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. മനുഷ്യ മനസ്സിനെ ആത്മാവിനെയൊക്കെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുക എന്നുള്ളതാണല്ലോ കൊയറിൻ്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് കൊയർ ഒരു ഇറ്റ്സ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ പീപ്പിൾ ഓഫ് ഗോഡ് ആൻഡ് പ്രീസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ശൈലി ഒക്കെ ഇതിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്, ഭക്തിഭാവം വളരെയധികം. സിസ്റ്റേഴ്സ് അത് മനോഹരമായിട്ട് പാടി. നിങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും വിജയങ്ങളും നേരുന്നു. താങ്ക് യു. മിഥില സിസ്റ്റേഴ്സ്, നിങ്ങൾ ഈ മലങ്കര റീത്തിൻ്റെ ആരാധനക്രമത്തിൽ ഈ ഗാനം ഇവിടെ അവതരിപ്പിച്ചപ്പോൾ ശരിക്കും ഒരു മലങ്കര കുർബാന കണ്ട ഒരു ഫീല് ഉണ്ടായിരുന്നു. കുറേ പാട്ടുകൾ ഇങ്ങനെ മനസ്സിൽ കൂടെ വന്നു. നല്ല ഭക്തിപൂർവ്വം നിങ്ങളത് പാടി അവതരിപ്പിച്ചു. എനിവേ നിങ്ങളുടെ അധ്വാനത്തെയും എല്ലാം വിലമതിക്കുന്നു. നിങ്ങളിവിടെ വരാൻ കാണിച്ച ആ മനസ്സിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. വിജയത്തിൻ്റെ ആശംസകൾ. താങ്ക് യു. സിസ്റ്റേഴ്സ്, നിങ്ങൾ ആരാധനക്രമത്തിലെ പാട്ടായതുകൊണ്ട് നിങ്ങൾ വളരെ നന്നായി പാടി. നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എപ്പോഴും പാടുന്നതല്ലേ? ഇത് എന്നും പാടുന്നതാണോ? ചില ഒക്കേഷൻസ് ഓശാനയ്ക്ക് മാത്രം, ഓശാന ശുശ്രൂഷകൾക്ക് മാത്രമേ ഇത് പാടുന്നുള്ളൂ. ഓശാനയുടെ ശുശ്രൂഷയുടെ ഗാനം. ബ്യൂട്ടിഫുൾ. ഒരു പ്രാർത്ഥാനുഭവമായിരുന്നു. നന്നായി പാടി. നല്ല പാട്ട്, നല്ല അനുഭവമായിരുന്നു കേട്ടോ. ഓക്കെ Sisters, you have sung extremely well. Actually, it's a Middle Eastern tune. വളരെ പുരാതനമായ ഒരു പാട്ടാണിത്. അത് നിങ്ങളെങ്ങനെയോ നിങ്ങൾക്ക് കിട്ടിയത് തലമുറ കൈമാറി 2024 വരെ നമ്മൾക്കത് കിട്ടി എന്നുള്ളതൊരു വലിയ ഭാഗ്യം, വലിയൊരു മ്യൂസിക്കൽ ട്രഷറാണിത്. കൺഗ്രാറ്റുലേഷൻസ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാഷി. ആൻഡ് സിസ്റ്റർ, വളരെ ഭംഗിയായിട്ട് തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ഓശാന ഗാനം ഇവിടെ പെർഫോം ചെയ്യാൻ പറ്റി. ഇതിലും ഭംഗിയായിട്ട് അടുത്ത ഗാനം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഉടനെ തന്നെ കാണാം കേട്ടോ. താങ്ക് യു. ഭൂമിയിലെങ്ങും സ്വർഗ്ഗം തീർക്കും ദേവഗായകരേ നിങ്ങൾ. ദാവീദിന്റെ കിന്നരങ്ങൾ, ദാവീദിന്റെ കിന്നരങ്ങൾ. Right now, I enjoyed your singing very much. അങ്ങനെ കാഴ്ചവെപ്പ് ഗാനം പാടി 2 റൗണ്ടും പൂർത്തിയാക്കി അല്ലേ? പെർഫെക്ഷനോട് കൂടി പാടി, നല്ല കോൺഫിഡൻസോട് കൂടി പാടി.
വരികളെക്കുറിച്ചോ ഈണത്തെക്കുറിച്ചോ നമുക്കൊന്നും പറയാനില്ല. ഈ പരിപാടിയുടെ അവസാന സമയത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. അനേകം കലാപ്രതിഭകൾ ഓരോ അവസരങ്ങളിൽ കൊഴിഞ്ഞുപോയെങ്കിലും 2018 കേരളക്കാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വർഷമാണ്. ദൈവത്തിനു മുമ്പിൽ സംഗീതം ആലപിച്ച് ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളത് മാലാഖമാരുടെ ദൗത്യമാണ്.